ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ ഞങ്ങൾക്ക് ഇതിന് പരിപാടി എന്ന് അറിയണ്ടേ. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ, പാലട പായസം വെച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ വെക്കണം കേട്ടോ. പാലട പായസം അതൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളൊക്കെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര പോകാണ്, വേറെ അങ്ങോട്ടല്ല, നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നോക്കി അവസാനം ഞങ്ങൾ എന്തുമ്പോഴത്തേക്ക് മ്യൂസിയത്തിൽ കണ്ടിട്ട് മണിക്കൂർ എത്തിയത്. കാരണം ഒരു 10-11 മണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എന്താട്ടോ ദൂരം വഴിയൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ചിന്തിച്ചത് കനലിക്കോട്ട് അതുപോലെ തന്നെ കതിരായിരുന്നു. പക്ഷേ കതിറിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, ജസ്റ്റ് കേട്ടറിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ കേക്കിംഗ് വെച്ച് ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ അവിടെ എത്തി. പക്ഷേ മക്കൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സാധാരണ നമ്മളൊരു പെരുന്നാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഫുഡ് അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കടന്നു പിന്നെ ഗസ്റ്റൊക്കെ വന്നു അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ഗസ്റ്റുകളൊന്നും അധികം പണ്ടത്തെ പറയാത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇവരൊന്ന് റിലാക്സ് ആയിക്കോട്ടെ, ഞാനൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്ത്. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ എൻട്രൻസ് ഫീസും അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അതിനകത്തോട്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ നാട്ടിലേക്കാണ് ആദ്യം കയറിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ അതിൽ ഓടിയിട്ട് ഞാൻ പിന്നെ വല്ലാണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇക്കുറി കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. സംഭവം വൈബ് തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും ചെന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇടുന്നു. ഇതാണ് നമ്മൾ കനോലി കാരണം കണ്ടിട്ട് കണ്ടുപിടിച്ചാണ് കേട്ടോ ഈ കനോലി. അത് ഞാൻ ഇക്കുറി കേട്ടോ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു കേക്കിൻ്റെ സീഡാണ് കേട്ടോ. ഈ ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നോസ് ബട്ടർഫ്ലൈസ് തുറക്കി ബട്ടർഫ്ലൈസിന് പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ പുതിയതായിട്ട് റീസെൻ്റായിട്ട് വന്നതായിട്ടാണ്. ഇത് മുന്നേ കൂടി ഞാൻ വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇത് എൻ്റെ തോക്കാന്ന് പറഞ്ഞ് വെടിയേക്കാൻ പോയ രംഗമാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇതുപോലെ തന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇത് നമുക്ക് കൊണ്ട് സെയിലായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇത് ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ കോർത്തിട്ടുള്ള കപ്സൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഈ കുറിയിലുണ്ട് കേട്ടോ. അത് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പുറത്തോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല ഗാർഡനുണ്ട്. ആദ്യം തന്നെ പോയിട്ട് പാർക്കിലുണ്ട്. പാർക്കുണ്ട്. അപ്പം വേലി കാണണമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ളത്. അത്യാവശ്യം ഊഞ്ഞാലും സീസോ സ്ലൈഡ് തുടങ്ങി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചേരൊക്കെ പാർക്ക് കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു നമ്മുടെ എയർവാർഡൻ പോലെയൊക്കെ ഒരു സെറ്റപ്പ് ആണ്. നമുക്ക് അതിന് മണ്ടേ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തേക്കുന്ന മൊത്തം കാണാൻ പറ്റും. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചേർന്ന് അവിടെയുള്ള ഗാർഡനും അതുപോലെ തന്നെ പുലിയുടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ വിശപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പായസം കയ്യിൽ വെച്ചത് അതും കൊടുത്ത് അതിന് ശേഷം അവർ ഐസ്ക്രീമിൻ്റെ മിൽമ ഔട്ട്ലെറ്റ് കണ്ടതോടുകൂടി അത് വേണമെന്ന് പറഞ്ഞാൽ അന്ന് സ്ട്രോബറി ഐസ്ക്രീം രണ്ടുപേരും കഴിച്ച് പിന്നെ കുറച്ച് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ആസ്വദിച്ച് കുറച്ച് ഇറക്കിയിരുന്നതിന് ശേഷം അവിടെ പോകുന്നത് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി സമയത്താണ് എനിക്ക് ഐസും പറഞ്ഞാൽ എനിക്ക് കനൽക്കോട്ട് തന്നെ എനിക്ക് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവനൊരു മാങ്ങി വാങ്ങിച്ചു കൊടുത്തു. ന്യൂസാണ് എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞപ്പം അവിടെ ടേക്ക് ബ്രേക്കിന് മാത്രമുള്ള ഷോപ്പുണ്ട്. അവിടെ കയറി ഒരു ബദാം ഷേക്കും വാങ്ങിച്ചു കൊടുത്തു. കുറച്ചൊക്കെ കുടിച്ചുള്ളൂ. ഒന്നല്ലേ ഞങ്ങൾക്ക് 3 പേർക്ക് അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്ന വീട്ടിലേക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത സമയത്താണ് ഉമ്മയും അമ്മയും പറഞ്ഞത് നമുക്കൊന്ന് മക്കളെയും കൊണ്ട് വടവർത്ത് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ റിവർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. 10 രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. അത്യാവശ്യം നല്ല പോലെ അഫോർഡബിൾ ആണ് കേട്ടോ. കാരണം ഈ ഒരു എൻട്രോഞ്ഞാലും അതുപോലെ തന്നെ ഈ പൂൾ സൗകര്യങ്ങളും പിന്നെ ഒരു വാട്ടർ ബോട്ടിങ്ങും അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ നമുക്ക് ഇവിടെ പേ ചെയ്യേണ്ട കേസുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഊഞ്ഞാൽ അതുപോലെ തന്നെ മിക്കി മൗസ് പിന്നെ അതുപോലെ എല്ലാ സ്ലൈഡ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ. നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ പുഴയുടെ തീരത്തോട്ട് കുറേ സീറ്റിംഗ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഇരിക്കട്ടോ. ഈ ഒരു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഇതും ഫ്രീ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആ ഒരു 10 രൂപ മുതലാവുന്ന പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് മുതലാവും. ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു കഫയും അതുപോലെ തന്നെ കുറച്ച് പോപ്കോണൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കടയും കൂടെ എടുത്ത് നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ന്യൂസിൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.